വാർത്താസമ്പന്നമായ ഒരു ദിവസത്തിന്റെ പകലറുതിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അറസ്റ്റിൽ. കാരക്കുന്ന് പഴയടം സ്വദേശി ഷംനാദാണ് അറസ്റ്റിലായത്. ഇയാളെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, ഷംനാദിനെ അറസ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ്? ഇയാൾക്ക് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണോ ശ്രീകാന്ത്? കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം മഞ്ചേരി കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ ഈ ഷംനാദിന്റെ വീട്ടിലും NIA സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഷംനാദിനെ വീട്ടിൽ ഷംനാദ് ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഷംനാദ് ഒരു വിനോദ സഞ്ചാര യാത്രയ്ക്ക് പോയിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ മറുപടിയായി നൽകിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷംനാദിനെ കൊച്ചിയിൽ നിന്നും വിനോദസഞ്ചാര യാത്രയ്ക്കായി എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് NIA പറയുന്നത്. NIA കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധന സംസ്ഥാനത്തെമ്പാടും നടത്തിയിരുന്നു. ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഇദ്ദേഹത്തിന് ഈ കാരക്കുന്ന് പഴയടം സ്വദേശി ഷംനാദിന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഇയാളെ കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കി. ഷംനാദ് നേരത്തെ പയ്യനാട് RSS പ്രവർത്തകനെ വെട്ടിയ കേസിലെ പ്രതി കൂടിയാണ്. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. ഭരണഘടനയ്ക്കെതിരായി മോദി സർക്കാർ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കും എന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ JDU-വിൽ കൂട്ടരാജിയുടെ കാഴ്ച കൂടി ഇന്ന് കണ്ടു. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് തിരിഞ്ഞത്. ബിൽ മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വഖഫ് ബിൽ മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമാണെന്നും ഹർജിയിൽ പറയുന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം ബില്ലിനെ ചൊല്ലി NDA-യിൽ പൊട്ടിത്തെറി. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാട് ചോദ്യം ചെയ്ത് JDU-വിൽ കൂട്ടരാജിയുണ്ടായി. വഖഫ് ബില്ലിന്മേൽ വിശദമായ ചർച്ചകളാണ് നടന്നതെന്നും എന്നിട്ടും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ആവർത്തിച്ചു. വിനീത VG 24 ഡൽഹി. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. ഭരണഘടനയ്ക്കെതിരായ മോദി സർക്കാരിന്റെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കും എന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ല് മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം തുടരുകയാണ് ഇന്നും. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നു. മുനമ്പത്തെ പ്രശ്നം ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് UDF-ന്റെയും LDF-ന്റെയും വാദം. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിച്ചത് BJP-ക്ക്. 50 പ്രദേശവാസികളാണ് BJP-യിൽ അംഗത്വമെടുത്തത്. വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങൾ ഇപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPC-യിലിട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? മുനമ്പം സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുനമ്പത്തെ പ്രതിഷേധം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. ബില്ലിനെതിരായ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. വഖഫ് ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും മുനമ്പത്തെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് RSPയുടെ നിലപാട്. ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലുള്ള മതാവകാശങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ഒരു കടന്നുകയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബില്ലിൽ പാർട്ടിയുടെ നിലപാടാണ് പാർലമെന്റിൽ വ്യക്തമാക്കിയതെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. അതിനിടയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ വിമർശിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടികൾ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തുകയാണ്. വോട്ട് ബാങ്ക് നോക്കി മാത്രമാണ് പാർട്ടികൾ നിലപാട് സ്വീകരിക്കുന്നത്.
ഒരു പാർട്ടിയോടും മമത കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പ് നടത്തുമല്ലോ, അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. എല്ലാവരും വോട്ട് ബാങ്കുകളും വോട്ടുകളും നോക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ നോക്കുക. ആ രീതിയിൽ മാത്രമാണ് പലരും നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നതൊന്നും വളരാത്തത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ. ഒരു പാർട്ടിയോടും അങ്ങനെ മമത പൂർണ്ണമായിട്ട് കാണിക്കാനായിട്ട് സാധിക്കാത്ത ഒരു വല്ലാത്ത സാഹചര്യമാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ടോബി, അച്ഛൻ പറയുന്നത് പ്രത്യക്ഷമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും പരോക്ഷമായി അതിലൊരു BJP വിമർശനം ഉണ്ടോ ടോബി? പ്രത്യേകിച്ചൊരു പാർട്ടിയുടെ പേര് പറയുന്നില്ലെങ്കിലും തോമസ് തറയിൽ കൃത്യമായി ഭരണ പ്രതിപക്ഷങ്ങളെ, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം തന്നെ വിമർശിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത് ഈ മുനമ്പം വഖഫ് വിഷയങ്ങളിൽ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് പറഞ്ഞത്. ഈ വിഷയങ്ങളിലടക്കം രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. വോട്ട് നേടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയോടും ഒരു മമതയില്ല. നമ്മൾ BJPയുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ജബൽപൂരിലടക്കമുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ നടക്കുമ്പോൾ സഭകളിൽ ഇത്തരത്തിൽ ഒരു ബില്ല് പാസ്സാക്കിക്കൊണ്ടുവരുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പാർട്ടിയോടും ഒരു മമതയുമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നിലപാട് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് അവർ സ്വീകരിക്കുന്നതെന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. കേരള കോൺഗ്രസുകളുടെ അടക്കമുള്ള സംസ്ഥാന പാർട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. എല്ലാ പാർട്ടികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേരള കോൺഗ്രസുകളും അതുപോലെ തന്നെ പാർട്ടികളും എല്ലാം തന്നെ ഈ ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങളെല്ലാം പലപ്പോഴും അത് ഈ സഭയ്ക്ക് ദഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം, എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇന്നത്തെ ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഹാഷ്മി. അതിലും ഇതേ നിലപാട് തന്നെയാണ്. അതായത് കോൺഗ്രസിനെയും CPM-നെയും അതിരൂക്ഷമായി ദീപിക വിമർശിക്കുക, ഒപ്പം തന്നെ BJPയെയും വിമർശിക്കുന്ന ഒരു ലേഖനമായിരുന്നു ഇന്ന് മുഖപ്രസംഗമായി അവർ എഴുതിയത്. അതിന് സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് കൂടി സ്വീകരിച്ചിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രതികരണങ്ങളും അല്ലാത്ത പ്രതികരണങ്ങളൊക്കെ തുടരുകയാണ് ഈ ദിവസവും. അതിന് കുറച്ച് ദിവസം കൂടി ആ പ്രതികരണം എന്തായാലും സജീവമായി തുടരും. വരുന്നത് തെരഞ്ഞെടുപ്പ് വർഷമൊക്കെ ആണല്ലോ. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് നാടകീയ നീക്കങ്ങൾ. ബില്ലിനെതിരായ നിയമസഭയുടെ പ്രമേയം BJP പ്രവർത്തകർ പ്രതീകാത്മകമായി കടലിൽ ഒഴുക്കി പ്രതിഷേധിച്ചു. ആവശ്യമെങ്കിൽ മുനമ്പത്തും ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം നടത്താനാകും എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നു. സമരത്തിൽ പങ്കെടുത്ത 50 പേർ BJPയിൽ ചേരുകയും ചെയ്തു. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുദ്രാവാക്യങ്ങൾ. മണിക്കൂറുകൾക്കുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മുനമ്പത്ത്. സമരത്തിന്റെ മുഖമായ ബെന്നി ജോസഫ്, നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല്, വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. മുനമ്പം സമരത്തിന്റെ ഭാഗമായ 50ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി BJP പ്രവർത്തകർ കടലിൽ താഴ്ത്തി. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. അതേസമയം മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ഇടക്കാല വിധി പറയും. 24 കൊച്ചി. കണ്ണൂർ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച. തൂക്ക് നന്നാക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വെടിപൊട്ടി. തൂക്ക് കൈകാര്യം ചെയ്ത CPO സുബിനെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 2-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്.
അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, എന്തായാലും ആർക്കും ഭാഗ്യത്തിന് പരിക്കൊന്നും ഉണ്ടായില്ലോ അല്ലേ? ഹാഷ്മി, ഇത് അബദ്ധത്തിൽ പൊട്ടിയതാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള സുബിന്റെ കയ്യിൽ നിന്നാണ് അബദ്ധത്തിൽ ഈ തോക്ക് പൊട്ടിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് ഈ സ്റ്റേഷനിൽ തന്നെ തോക്ക് ചെറിയ രീതിയിൽ റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ആയിരുന്നു സുബിൻ ഉണ്ടായിരുന്നത്. അതിനിടെ ഇത് റിപ്പയർ ചെയ്യുന്നതിനിടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈ തോക്ക് പൊട്ടി നിലത്തേക്കാണ് വെടി പൊട്ടിയത്. നിലത്തു നിന്ന് ചീള് തെറിച്ച് തൊട്ട് സമീപം ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാരമായ പരിക്കേ ഉള്ളൂ. തലശ്ശേരിയിൽ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി, കാലിലാണ് പരിക്കേറ്റത്, ചികിത്സ തേടി പിന്നീട് ആശുപത്രി വിടുകയും ചെയ്തു. എന്തായാലും സ്റ്റേഷനകത്ത് തന്നെ ഏത് രീതിയിൽ അബദ്ധത്തിലായാലും ഈ തോക്ക് അറിയാതെ പൊട്ടിയാലും ഇത് ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കരുതിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് നിലവിൽ ഈ തോക്ക് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ CPO ആയിട്ടുള്ള സുബിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തലശ്ശേരി സ്റ്റേഷനിൽ അതൊരു അബദ്ധത്തിൽ പൊട്ടിയതാണെങ്കിൽ പോലും അതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ഉണ്ടായത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. എന്തെങ്കിലുമൊക്കെ എന്താണ് പരിക്ക് പറ്റാം, ജീവാപായം പോലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്. എന്തായാലും ആ തോക്ക് അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേര് CPO സുബിൻ എന്നാണ്. സുബിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പാലക്കാട് വടക്കഞ്ചേരിയിൽ വൻ മോഷണം. പന്നിയങ്കര ശങ്കരൻ കണ്ണൻതോട് പ്രസാദിന്റെ വീട്ടിൽ 45 പവൻ മോഷണം പോയി. സമീപത്തെ മറ്റൊരാളുടെ വീട്ടിൽ മോഷണ ശ്രമം നടന്നുവെന്ന് വിവരമുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീത്ത്, ആ വീട്ടിൽ 45 പവൻ ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആവില്ലേ? പോലീസ് എന്താണ് പറയുന്നത്? വീട്ടുകാരെന്താണ് പറയുന്നത്? അങ്ങനെ തന്നെയാണ് ഹാഷ്മി നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം 24-ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ആ കള്ളൻ മോഷ്ടാവ് ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മുഖത്ത് മറ്റൊരു തുണിയൊക്കെ ഇട്ട് വരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ഉള്ളത്. എന്തായാലും ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഈ ഒരു മോഷണം നടന്നത്. അർദ്ധരാത്രിയോടുകൂടി മോഷണം നടന്നുവെന്നാണ് ഈ CCTVയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സമയം വീട്ടുകാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കള്ളനകത്ത് കയറി അതിനുശേഷം പിന്നീട് ഈ ലോക്കറിലായിരുന്നു ഈ 45 പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് അത് എടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച രാവിലെയാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എന്തായാലും ഇതുവരെ ഒരു രഹസ്യമായ പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തുവരായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ വീട്ടുകാരടക്കം കൃത്യമായ രീതിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കള്ളന്റെ. എന്തായാലും പ്രതി ഉടൻ തന്നെ പിടിയിലാകും. ആളെ ഏതാണ്ട് തിരിച്ചറിഞ്ഞതുപോലെ തന്നെയാണ് പോലീസുകാർ സംസാരിക്കുന്നത്. എന്തായാലും 45 പവൻ മോഷണം പോയിട്ടുണ്ട്. ഈ സ്വർണത്തിന് ഈ പെരും വിലയുള്ള കാലത്ത് 45 പവനൊക്കെ വീട്ടിൽ വെക്കാവോ? സേഫ് ആണോ? അതൊക്കെ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി വീട്ടുകാർ പറയുന്നത്? എന്താ വീട്ടുകാർ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്തായാലും അവരൊരു പ്രതികരണം നമ്മൾ ലഭ്യമാക്കാനാകുമെന്ന് നമ്മുടെ പ്രാദേശിക പ്രതിനിധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പോലീസുമായിട്ട് അന്വേഷണത്തിൽ അവരിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കള്ളന്റെ വരവ് ദൃശ്യങ്ങൾ കണ്ടല്ലോ ഹാഷ്മി, വളരെ ഈസി ആയിട്ടാണ് മുഖമൊക്കെ മൂടി CCTV ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, അതായത് ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഈ വീടുമായി അടുത്ത ബന്ധമോ അല്ലെങ്കിൽ വീട്ടിൽ ഇത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നായിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. എന്നാലും സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് പോലീസ് അവരുടെ സംസാരത്തിൽ പോലീസിന് കള്ളനെ മനസ്സിലായതുപോലെയുണ്ട് ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 45 പവനാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ മുതലാണ്. അപ്പോൾ അത് എന്തായാലും ആ വീട്ടിൽ 45 പവനോടെ ഉണ്ട് എന്നും വളരെ നന്നായി അറിയാവുന്ന ആരെങ്കിലും ഒക്കെ. സാധാരണഗതിയിൽ അത്തരത്തിൽ ബൾക്കായി സ്വർണ്ണമോഷണം പോകുന്നതിലൊക്കെ പിടിയിലാവുന്നവർ വളരെ അടുത്ത വീടുമായി വളരെ അടുത്ത് സഹകരിക്കുന്ന ആരൊക്കെയാണ്. എന്തായാലും CCTVയിൽ നിന്നും അയാളുടെ ആകൃതി പ്രകൃതിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം. പിടികൂടട്ടെ, അതുകൊണ്ട് മുതൽ പിടിച്ചെടുക്കട്ടെ. കൊച്ചിയിൽ വീണ്ടും രാസലഹരി വേട്ട. 6 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി ഷെറീഫുളിനെ എക്സൈസ് പിടികൂടി. 54 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പിടികൂടി. ശ്യാംകുമാർ വിവരങ്ങൾ വായിച്ചിരുന്നു. ശ്യാം, ഇത് വിൽപ്പന ആവശ്യമാണോ സ്വയം ഉപഭോഗത്തിനാണോ? ശ്യാം, ഹാഷ്മി, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന രാസലഹരി അത് ഹെറോയിനാണ്. 6 ഗ്രാമിലധികം ഉണ്ടായിരുന്നു. അതിനു പുറമെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 54 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് CI ശ്രീരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളം KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഈ അസം സ്വദേശിയെ പിടികൂടുന്നത്. ഇയാളിവിടെ ലഹരി വിൽപ്പന നടത്തി വന്നയാൾ തന്നെയാണ് എക്സൈസ് പറയുന്നുണ്ട്. ഏതായാലും എക്സൈസ് പരിശോധന കർശനമാക്കിയതിന് പിന്നാലെ ഇത്തരത്തിലെ ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും ഒക്കെ കൂടുതലായി അകത്തു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാശ്മീർ. ഓക്കെ, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശങ്കരൻ കോൺകോടി വയ്ക്കുന്നു. ആഷ്മി, ഇന്നലെ കൊയിലാണ്ടിയിൽ വെച്ച് MDMA പിടികൂടി എന്താ പ്രക്ഷേപണം ചെയ്യാത്തത്? 5 ഗ്രാം 69 മില്ലിഗ്രാമാണ് പിടിയിലായത്. പ്രതി കുറെ കാലം ഏജന കൊടുത്തു. ഒരു കുരുടിമുക്ക് സ്വദേശി പിടിയിലായതില്ല. വാർത്ത കൊടുത്തായിരുന്നു ചേട്ടാ, ഇന്നലെ കൊടുത്തായിരുന്നു. നമ്മൾ ലഹരി പിടുത്തത്തിൽ ഒരു വാർത്തയും വിട്ടുകളയുന്നില്ല, എല്ലാ വാർത്തയും നേരത്തെ പിടിച്ചു കൊടുക്കും.
മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ തുടർ നടപടികളിലേക്ക് കടന്ന SFIO വീണ ഉൾപ്പെടെയുള്ളവർക്ക് SFIO ഉടൻ സമൻസ് അയക്കും. അതേസമയം ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ EDയും കേസിൽ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയാണ് ആദ്യ നടപടി. കുറ്റപത്രം 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടുകയും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തതോടെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചു. SFIOയിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ED തേടിയിട്ടുണ്ട്. പ്രതികളെ EDയും വൈകാതെ സമൻസ് നൽകി വിളിച്ചുവരുത്തും. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ്. 24 തിരുവനന്തപുരം. SFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധ വലയം തീർക്കുന്നു CPIM നേതൃത്വം. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടും എന്നുമാണ് CPIMന്റെ നിലപാട്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് പോൾ ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞു. SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹതയെന്ന് CPIM കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർത്തത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാണ് CPIM വിലയിരുത്തൽ. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലുള്ള കേന്ദ്ര ഏജൻസി നീക്കത്തെയും സംശയത്തോടെയാണ് പാർട്ടി കാണുന്നത്. കേസിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPIM. Well, we've already stated it earlier also. If they think they can target the chief minister by doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. കേന്ദ്ര ഏജൻസിയുടെ നീക്കം മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ശ്രമമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം. From the very beginning, we are saying how the central agencies, how various agencies are being utilized against Chief Minister's office, Chief Minister's family, Chief Minister himself. If there's anything that they will take the legal recourse and will fight it, no problem. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി PB CC തെരഞ്ഞെടുപ്പുകൾ ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പിണറായി വിജയനെയും മകളെയും പ്രതിരോധിച്ച് നേതാക്കൾ കൂട്ടമായി രംഗത്തെത്തുന്നത് എന്നും ശ്രദ്ധേയം. 24 മധുര. മാസപ്പടി കേസിൽ വീണ വിജയനെ SFIO പ്രതി ചേർത്തതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് UDF, പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയിൽ രണ്ടു നീതി എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFIO കുറ്റപത്രത്തിലെ വിവരങ്ങളും വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. മാസപ്പടിയിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയില്ലാന്ന് പറഞ്ഞത്. അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ. പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJPയുടെയും തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെതിരെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസും BJPയും സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. 24 തിരുവനന്തപുരം. ഇനി മധുരയിൽ നിന്നുള്ള രാഷ്ട്രീയാകാംക്ഷ ആരാകും CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി എന്നുള്ളതായിരിക്കും. MAയുടെ പേര് വളരെ സജീവമായി തന്നെ കേൾക്കുന്നു. മുഹമ്മദ് സലീമിന്റെ പേര് കേൾക്കുന്നു. അശോക് ധാവ്ലയുടെ പേര് കേൾക്കുന്നു. എന്തായാലും
വിട പറഞ്ഞു പോയത് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു വലിയ തലപ്പൊക്കമാണ്. CPM-ന്റെ അല്ലെങ്കിൽ CPM രാഷ്ട്രീയം എന്നതിലുപരി രാഷ്ട്രീയാതീതമായി ഡൽഹി രാഷ്ട്രീയത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള, ഉറപ്പായും വഖഫ് ഈ ചർച്ചകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉറപ്പായും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അധികായന് പിൻഗാമിയെ CPM തേടുകയാണ്. ആരാണ് എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം. ദേവികുളം മുൻ MLA-യും CPIM നേതാവുമായിരുന്ന S. രാജേന്ദ്രൻ NDA ഘടകകക്ഷിയായ RPI അത്താവലെ വിഭാഗത്തിന്റെ ഭാഗമാകും. രാജേന്ദ്രന്റെ പദവി സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് RPI ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്താവാലെ 24-നോട് പറഞ്ഞു. NDA മുന്നണിയുടെ ഭാഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലെ വിഭാഗത്തിലേക്കാണ് S. രാജേന്ദ്രൻ എത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രാംദാസ് അത്താവാലെയും S. രാജേന്ദ്രനും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് വിവരം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലെ വിഭാഗവുമായി S. രാജേന്ദ്രൻ മാസങ്ങളായി ചർച്ച നടത്തി വരികയായിരുന്നു. രാജേന്ദ്രന്റെ പദവികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്ന് രാംദാസ് അത്താവാലെ പറഞ്ഞു. രാജേന്ദ്രൻ is joining our party. I am also very happy to he has taken the decision to join our RPI, Republican Party of India, and our party will be strengthened. Our party should be very strong in Kerala state. What is the position in party in Rajendran in Kerala? That will decide. BJP നേതാവ് N. ഹരിയാണ് S. രാജേന്ദ്രനെ NDA പാളയത്തിലെത്തിക്കാൻ ആദ്യഘട്ടം മുതൽ ചുക്കാൻ പിടിച്ചത്. CPIM-മായി കുറെ കാലമായി അകൽച്ചയിലാണ് S. രാജേന്ദ്രൻ. ഇതിനിടെ BJP നേതാക്കൾക്കൊപ്പം S. രാജേന്ദ്രൻ പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയത്തെ BJP നേതാവ് N. ഹരിയുടെ വീട്ടിൽ നടന്ന പൂജയിലാണ് പങ്കെടുത്തത്. കുമ്മനം രാജശേഖരൻ, MT രമേശ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് ചടങ്ങിലെത്തിയത്. 24 കൊച്ചി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. ഏപ്രിൽ 1-ന് 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഓരോ ബൂത്തിലെയും വോട്ടർമാരുടെ എണ്ണം 1200 പരിമിതപ്പെടുത്തും. മേഖലാ മുരളി തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മേഖല, അപ്പോൾ നിലമ്പൂരിന്റെ എന്താണ് തെരഞ്ഞെടുപ്പ് ആവേശം പതിയെ ഇറക്കുകയാണ് അല്ലേ? തീർച്ചയായും ഹാഷ്മി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റവും മുന്നണികൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാ മുന്നണികളും, അത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഘട്ടം ഘട്ടമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒരു പ്രഖ്യാപനവും ഒരു പത്രക്കുറിപ്പും വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം ആരംഭിച്ചു എന്നുള്ളതാണ്. അതിലാണ് ഈ ഏപ്രിൽ 1-ന് 18 വയസ്സ് തികയുന്നവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനുമുള്ളൊരു അവസരം ഒരുക്കുന്നത്. കൂടാതെ അതിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ രീതിയിൽ ഈ നീണ്ട നിരകളൊക്കെ, പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന നീണ്ട നിരകളൊക്കെ ഈ വോട്ടർമാർക്ക് പ്രശ്നമായും അത് ഒരു പ്രശ്നത്തിലേക്കും ഒക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ആക്സിലറി പോളിംഗ് ബൂത്തുകൾക്ക് പകരം സ്ഥിരമായി പോളിംഗ് ബൂത്തുകൾ ഉണ്ടാക്കുക. അങ്ങനെ 59 പുതിയ പോളിംഗ് ബൂത്തുകളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവുക. അങ്ങനെ ആകെ മൊത്തം 263 പോളിംഗ് കേന്ദ്രങ്ങൾ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി ഉണ്ടാകും. കൂടാതെ ഇതിൽ ഈ ഒരു പോളിംഗ് ബൂത്തുകളിൽ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താതെ 1200 എന്ന നമ്പറിലേക്ക് ഈ വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തുക. അതുവഴി വേഗം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനാകും. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇനി ആർക്കെങ്കിലും ഏപ്രിൽ 18-ന് ഈ 18 വയസ്സ് തികയുകയാണെങ്കിൽ, ഏപ്രിൽ 1-ന് 18 വയസ്സ് തികയുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വോട്ട് ചെയ്യാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുമുള്ള അവസരം കൂടി ഒരുക്കുന്നുണ്ട്. ഓക്കെ, മേഖലാ മുരളിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ബൈ ഇലക്ഷനിലേക്ക് പോകുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുന്നോടിയായി തന്നെ അവിടെ ചെയ്യേണ്ട ഗ്രൗണ്ട് വർക്കുകൾ ചെയ്യുന്നു. സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാവുന്നു. അപ്പോൾ എന്തായാലും അടുത്ത പോരാട്ട ചൂട് കാണാൻ പോകുന്നത് നമ്മൾ നിലമ്പൂരിലാണ്. ഇവിടെ MMMണിയുടെ അസുഖം ഭേദമായോ എന്ന് അരുൺ ദേവ് ചോദിക്കുന്നു. MMMണിക്ക് എന്താണ് ഇപ്പോൾ നിലവിൽ വലിയ ആരോഗ്യ പ്രശ്നമില്ല എന്നാണ് ആശുപത്രിയിൽ അറിയാൻ കഴിയുന്നത്. ദിനേശ് ഹരിപ്പട, ഹാഷ്മി പോയി ഫുഡ് അടിച്ചോ? ഇല്ലെങ്കിൽ ഇങ്ങനെ പോരെ, ഇവിടെ നല്ല കോഴിക്കറിയും മോരുകറിയും പാവയ്ക്കാൻ മെഴുക്കുരട്ടിയും കൂടി ഉഗ്രൻ അത്താഴം കഴിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24-ന്റെ പോരാട്ടം തുടരുന്നു. SKN 40 രണ്ടാം ഘട്ടം ഞായറാഴ്ച മുതൽ. VPS Lakeshore presents SKN 40, presented by VPS Lakeshore. Co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust,
MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തുന്ന SKN40 കേരള യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമാകും. തൃശൂരിൽ രാവിലെ 7 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെയാണ് യാത്ര തുടങ്ങുക. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയുടെ ആദ്യഘട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച യാത്ര തൃശൂരിലെത്തിയപ്പോൾ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പോരിനിറങ്ങി. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നാടും നഗരവും ആർത്തു വിളിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ SKN ഞായറാഴ്ച മുതൽ വീണ്ടും കേരള യാത്ര തുടങ്ങും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള പ്രത്യേക മോർണിംഗ് ഷോയോടെയാണ് രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 6-7 തീയതികളിൽ യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. 8-9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിലാണ് യാത്രയുടെ സമാപനം. സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് 24. ആ യാത്രയിൽ ഉടനീളമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത് ഈ മാഫിയക്കെതിരെ ശബ്ദിക്കാൻ എന്ന് പറഞ്ഞാൽ പരസ്യമായി ശബ്ദിക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടു. അവർ കുറ്റം പറയാൻ പറ്റില്ല, അത്രത്തോളം ശക്തരാണല്ലോ ഈ മാഫിയ. അതിനുള്ള ഒരു ഗംഭീരമായ മറുപടി നമ്മൾ ഇറക്കി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായാണ് 24 ഇറങ്ങിയത്. ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ സമ്പൂർണ്ണമായി പരമരഹസ്യമായിരിക്കും. 1800-425-4295 1800-425-4295 ആണ് ആ ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശാ വർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും എന്നാണ് അറിയാൻ കഴിയുന്നത്. സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. ഇന്നലെ ആ സമരം പരാജയപ്പെട്ടപ്പോൾ പോലും, അല്ലെങ്കിൽ ഇന്നലെ ചർച്ച പരാജയപ്പെട്ടപ്പോൾ പോലും ഇന്നും ഈ ചർച്ച തുടരും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇന്ന് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചു. പഠനസമിതി നിയോഗിക്കാമെന്ന് സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്നാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിലപാട്. ഇന്ന് എത്രാം നാളാണ്? ഇന്ന് 54-ാം നാളാണ് സമരം. ഇന്നലെ നടന്ന ചർച്ച പരാജയമായതോടെ ഇന്ന് വീണ്ടും ചർച്ചയെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. പഠനസമിതിയെ നിയോഗിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഓണറേറിയം വർധന ഉൾപ്പെടെ പഠനസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാമെന്ന് സർക്കാർ പറയുന്നു. ഈ നിർദ്ദേശം മറ്റെല്ലാ സംഘടനകളും അംഗീകരിച്ചു. എന്നാൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ തീരുമാനം അംഗീകരിച്ചില്ല. ഓണറേറിയം വർധനയല്ലാതെ ഒരു സമവായത്തിനും സമരക്കാരില്ല. ഇനിയൊരു കമ്മിറ്റിയെ വെച്ചിട്ട് പഠിച്ച് 3 മാസം കഴിയുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രപ്പോസൽ വെച്ചു. ഓണറേറിയത്തിന്റെയും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ച് ഈ കമ്മിറ്റി പഠിക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 54-ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 16 ദിവസം പിന്നിട്ടു. തീരുമാനമായില്ലെങ്കിൽ പുതിയ സമര രീതികൾ ഉൾപ്പെടെ പരീക്ഷിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ ഓഫീസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ചെന്നൈയിൽ ഗോകുലം ചിറ്റ്സ് ഫണ്ട് ആസ്ഥാനത്തും കോഴിക്കോട് ഗോകുലം മാൾ, ഗോകുലം ഗ്രാൻഡ് എന്നിവിടങ്ങളിലും ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലെ വസതിയിലുമായിരുന്നു പരിശോധന. അതേസമയം പരിശോധനയിൽ പ്രതികരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. എംപുരാൻ സിനിമയ്ക്കെതിരായ BJP നിലപാടാണ് ED നീക്കത്തിന് പിന്നിൽ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് തെളിവാണ് എന്ന് CPM പോൾ ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വിമർശിച്ചു. പ്രതികാര നടപടി എന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. വേട്ടയാടൽ എന്ന് MV ജയരാജൻ പ്രതികരിച്ചു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള RSS നീക്കം എന്ന് DYFI കുറ്റപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല പരിശോധനയെന്നാണ് മുൻമന്ത്രി BJP നേതാവുമായ V മുരളീധരന്റെ അവകാശവാദം. അതിപ്പോൾ ആ സിനിമ കൊണ്ടുവന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ
ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഗോപാലിന് വീട്ടിൽ ഇടി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. I was saying that how the agencies, now you have added not only the central agencies but some of the state agencies, the state government run by the BJP, they use it for political purpose. The censorship was utilized. Despite censorship, now the producers of the film are being targeted. People will speak the truth will be triumphant despite this over-reacting agencies' performance. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ചെയ്യുന്ന ഒരു പ്രക്രിയ. കാരണം എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ നിർമ്മാതാവായി എന്നതിൻ്റെ പേരിൽ ആ സിനിമ പ്രദർശനം ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് പ്രവണതകളെന്ന് സൂചിപ്പിക്കുന്നത്, ഫാസിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. എമ്പുരാൻ്റെ വിവിധ ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അണിയറ പ്രവർത്തകരെ നിർബന്ധിക്കും വിധത്തിലുള്ള സംഘപരിവാർ നേതാക്കളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ അണിയറ പ്രവർത്തകരുടെ കുടുംബത്തെ പോലും അപമാനിക്കും വിധത്തിലുള്ള വ്യക്തിഹത്യകൾ ഇപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, അത് സംഘപരിവാർ കുറേ കാലമായി തുടരുന്ന തന്ത്രങ്ങളിലൊന്നാണ്. വല്ലാതെ ഭയപ്പെടുന്ന സമീപകാല വാർത്തകൾ നമ്മൾ കാണുകയാണ്. RSSന് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചരിത്രത്തെയും ഇതുപോലെയുള്ള സാഹിത്യത്തെയും സൃഷ്ടിയെയും എല്ലാം അവർക്ക് വലിയ ഭയമാണ്. അതുകൊണ്ടാണ് എമ്പുരാൻ സിനിമയ്ക്കെതിരായി ഗുജറാത്ത് കലാപത്തിൻ്റെ ചില കാര്യങ്ങൾ, BJP നേതൃത്വം കൊടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പകപോക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി EDയെ അന്വേഷണ സംവിധാനത്തെല്ലാം അവർ ദുരുപയോഗിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടക്കുക. ഇതെന്താ വടക്കേ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയാണെന്ന് ഇവർ കരുതിയത്? ഇതെന്താ വെള്ളരിക്കാപട്ടണമോ? അങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖരനും ഈ പറയുന്ന ഈ ബജ്രംഗിമാർക്കുമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല. നമ്മൾ ഒറ്റക്കെട്ടായി ഈ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളെയും പ്രതിരോധിക്കും. അങ്ങനെ ഒരാളുടെയും ഒരു ബജ്രംഗിയുടെയും മുമ്പിലും കീഴടങ്ങാൻ ഈ കേരളത്തിന് മനസ്സില്ല. അത് വരും ദിവസങ്ങളിൽ ഈ കേരളം കാണും എന്ന് തന്നെയാണ് DYFIക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ആ ഏജൻസികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയുമല്ല പ്രവർത്തിക്കുക. ആ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഉതകുന്ന യാതൊന്നുമില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സിനിമ സിനിമയായിട്ട് കാണണം എന്നുള്ളതാണ്. അതേസമയത്ത് സിനിമയെ ചരിത്രമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചരിത്രം ഇല്ലാത്ത ചരിത്രത്തെ ഉണ്ടാക്കാൻ സിനിമയിലൂടെ സാധ്യമല്ല. അപ്പോൾ ഇനി വാൽകഷത്തിലേക്കാണ്. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ MP ജോൺ ബ്രിട്ടാസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പാർലമെന്റിൽ കൊമ്പുകോർത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് സഭയ്ക്ക് പുറത്തും ജോൺ ബ്രിട്ടാസിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമർശനവുമായി രംഗത്തെത്തി. പാർലമെന്റ് പുറത്തെത്തിയിട്ടും മന്ത്രിയുടെ രോഷം തീരാത്ത എന്താണ്? കാണാം M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. എന്താ സുരേഷ് ഗോപി ഇങ്ങനെ നിന്ന് കറങ്ങണു? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. മൂപ്പരിപ്പോ കേന്ദ്രമന്ത്രിയല്ലേ? നിങ്ങൾ സ്ഥലവും സമയമൊന്നും നോക്കാതെ അഭിനയിക്കണുണ്ടോ സുരേഷ് ഏട്ടാ? നിങ്ങൾ ആരാ? അത് MP ജോൺ ബ്രിട്ടാസ്, മനസ്സിലായില്ലേ? സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. നിങ്ങൾ ഫുള്ള് തമാശയാണെന്നാണ് മൂപ്പര് പറയണത്. നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ? പാർലമെന്റിനപ്പുറം കണ്ടില്ല, പക്ഷെ അകത്ത് ഇന്നലെ എന്തൊക്കെയോ നടന്നു ഇത്രേ അല്ലേ? എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത്. അതും കേട്ടു. എന്തോ മുഞ്ഞാന്ന് പറഞ്ഞ് ആരനെ വല്ലാണ്ട് വിഷമിപ്പിച്ചൂന്ന്. ചർച്ച എവിടെയാണ്? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ? കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷെ നല്ല ഏറ്റുമുട്ടല് നടന്നുല്ലേ നിങ്ങൾ രണ്ടാളും? ഏറ്റുമുട്ടലൊന്നുമല്ല, അത് വെറുതെ. പിന്നെ മൂപ്പര് ഇത്ര കലിപ്പായത് എന്തിനാ? ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും 2 പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. സുരേഷ് ഏട്ടൻ കേട്ടില്ലേ?
കുമ്പളം കട്ടു എന്ന് പറഞ്ഞപ്പോക്ക് തലമ തപ്പിയതുപോലെ നിങ്ങൾ എന്തിനാ അതിന് മറുപടി പറയാൻ പോയെ? അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിപ്പോ നിങ്ങളെ ഈ കളിയാക്കുന്നത്. എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. അതായത് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റൂല എന്നാണോ ബ്രിട്ടാസ് ഉദ്ദേശിച്ചത്? അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ആരോ ഒന്ന് ജബൽപൂരിലെ കാര്യം ചോദിച്ചത്. പിന്നെ പറയണ്ടോ? നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നല്ലോണം സൂക്ഷിച്ച് ചോദ്യം ഒന്നുകൂടെ അങ്ങോട്ട് ആവർത്തിച്ചു. സൗകര്യമല്ല പറയാൻ. അപ്പൊ സാറേ, പത്രക്കാരാണ്, നിങ്ങൾ കേന്ദ്രമന്ത്രി അല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. മാധ്യമാരാ? സിനിമയിൽ കൂടെ വന്ന സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ മറന്നു പോകുന്ന സന്ദർഭങ്ങളാണ് പിന്നെ ഉണ്ടായത്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക വിനോദമായിട്ട് നമ്മൾ കണ്ടാൽ മതി. നേരത്തെ പറഞ്ഞ പല വിനോദങ്ങളും മൂപ്പര് കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചോദ്യം ചോദിക്കണവര് സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ മന്ത്രിക്ക് കെയർഫുൾ ആവാൻ കഴിയണില്ലെങ്കിൽ മുന്നിൽ നിൽക്കണവരെങ്കിലും കെയർഫുൾ ആവുക. അപ്പോൾ ആ വാൽകർഷത്തോടെ നമ്മുടെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. അപ്പം ശുഭരാത്രി, ഗുഡ് നൈറ്റ്.